എന്റെ ഉടുപ്പ് വലിച്ചു കിടന്നു. ഇത് ലോണോ കടമോ ഇല്ലാതെ വെറും ഒരു വർഷം കൊണ്ട് ഒരു പശുവിൽ നിന്ന് 15 പശു വരെ എത്തി നിൽക്കുന്ന ഒരു ഫാമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. പെടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരുള്ള ഹമീദിക്കയുടെ പശു ഫാമിലാണ്. ഇവിടെ മാസം 5000 ലിറ്ററിലധികം പാലും 300 ചാക്കിലധികം ഉണക്കച്ചാണകവും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് നല്ല വിലയ്ക്ക് ഇവിടെ വിറ്റ് പോകുന്നുണ്ട്. പിന്നെ ഈ പശു ഫാം സ്ഥിതി ചെയ്ത് സിറ്റിക്ക് അടുത്തായതുകൊണ്ട് തന്നെ പുല്ലിന്റെ ലഭ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പശുക്കൾക്ക് സൈലേജ് ആണ് കൊടുക്കുന്നത്. ഇങ്ങനെ സൈലേജ് പശുക്കൾക്ക് കൊടുക്കുന്ന മൂലം പശുക്കൾക്ക് നല്ല ആരോഗ്യമുണ്ട്. അതുമാത്രമല്ല അധ്വാന ഭാരം കുറയ്ക്കാൻ സാധിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വ്യത്യസ്തനായ കർഷകനെയും അദ്ദേഹത്തിന്റെ പശുഫാമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ പുതിയതായി ഈ മേഖലയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്രദമാവും. അതുമാത്രമല്ല ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാനും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രമിക്കുക. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇക്ക നമസ്കാരം. നമസ്കാരം. പേര് പറയാവോ? ഹമീദ്. അപ്പൊ ഇക്കയ്ക്ക് വേറൊരു ജോലി ഉണ്ടല്ലേ? അപ്പൊ വേറെ ജോലി ചെയ്തോണ്ടിരിക്കുക ഈ ഒരു പശു വളർത്തൽ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? വേറെ ജോലി ഇപ്പൊ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ആണ് ചെയ്തോണ്ടിരിക്കുന്നത്. അതിപ്പോ നമുക്ക് ഒരു 20 വർഷത്തിന് മേലായി ബിസിനസ് ചെയ്തോണ്ടിരിക്കുന്നത്. ഈ സ്വന്തമായിട്ട് ബിസിനസ് എന്ന് പറയുമ്പോൾ അതില് സ്റ്റുഡിയോ, ട്രാവൽസ്, പിന്നെ അനുബന്ധമായിട്ട് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽസ്, മൾട്ടി ആയിട്ടാണ്, പല ഐറ്റംസ് ഉണ്ട്. കസ്റ്റമർ എന്താണ് ആവശ്യപ്പെടുന്നത് അതൊക്കെ ചെയ്യും. മറ്റൊരു ജോലി ഇരിക്കെ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്? ആ ജോലി ഇപ്പൊ ബിസിനസ് ആയതുകൊണ്ട് അതൊരു 9 മണിക്കാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പശുവായിട്ട് ബന്ധപ്പെട്ട രാവിലത്തെ എല്ലാ പരിപാടിയും നമുക്കൊരു 8:30 ആകുമ്പോഴേക്കും അവസാനിക്കും. അപ്പൊ രാവിലെ എത്ര മണിക്ക്? 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഒരു 8:30 വരെ ഇതായിട്ട് ബന്ധപ്പെട്ട എല്ലാ ജോലികളും ഉണ്ടാവും. അപ്പൊ ഇവിടെ ഫുൾ ടൈം കാണോ? അപ്പൊ 4 മണി തൊട്ട് ഒരു 9 മണി വരെ ടൈമുകളിലുണ്ടാവും. അപ്പൊ ഇക്കയും കൂടെ കൂടിയാണോ? ഇവിടെ ജോലിക്കാരുണ്ടല്ലേ? ആ ജോലിക്കാര് 2 പേരുണ്ട് സഹായത്തിന്. പിന്നെ ഇവര് ഈ കറവയും പിന്നെ തീറ്റ കൊടുക്കലും കാര്യങ്ങളൊക്കെ ഇവര് ചെയ്തുതരും സഹായത്തിന്. ബാക്കി പിന്നെ ഇത് അളക്കലും കൊടുക്കലും സപ്ലൈയും എല്ലാവരും ഞാൻ തന്നെ ചെയ്യുന്നു. അപ്പൊ അവരുടെ കൂടെ നിന്ന് നമ്മൾ ചെയ്യൂലേ? നമ്മളായിരിക്കും മുൻപന്തി നിൽക്കുന്ന. ജോലിക്കാരെ മാത്രം ഏൽപ്പിച്ചിട്ട് മുൻപോട്ട് പോയില്ല. ഇത് ഒരുമിച്ച് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അത് നമുക്ക് അത്ര ഇഷ്ടമുള്ളതുകൊണ്ട് സാധിക്കുന്നുണ്ട്. ഇതിനോട് ഇഷ്ടം വേണം, അതേ മാത്രമേ അല്ലാതെ പോവില്ല. അല്ലാതെ നമുക്ക് ഇത്രയും കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. എന്തോരം ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം ശരിക്കും പറഞ്ഞ? രാവിലെ എന്തായാലും ഒരു 4 മണിക്കൂറിന് മേലെ വേണ്ടി വരും. ചുരുങ്ങിയത് അത്ര വേണ്ടി വരും. പിന്നെ എനിക്ക് ബിസിനസ് ഉള്ളതുകൊണ്ട് അതിൽ കൂടുതൽ സമയം ഇവിടെ ചെലവഴിക്കാൻ സാധിക്കില്ല. അതിൽ കൂടുതൽ സമയം നമ്മോട് ചെലവഴിക്കും. അപ്പൊ കറവ ടൈം എപ്പോഴാ പാലൊക്കെ കൊണ്ട് കൊടുക്കണം? അങ്ങനെയൊക്കെ കാര്യങ്ങൾ പാല് ശരിക്കും ഒരു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ 8:30 വരെ പാല് സപ്ലൈ ടൈം വരും. അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അതെങ്ങനെ വീടുകളിലാണ്? വീടുകളിലുണ്ട്, പിന്നെ ഷോപ്പ്, ഹോട്ടലുകൾ, അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പൊ ഇക്ക തന്നെ വണ്ടി കൊണ്ട് കൊടുക്കും. സ്റ്റാർട്ടിങ് എങ്ങനെയാണ് ഈ ഒരു പശു ഫാമിന്റെ കാര്യങ്ങളൊക്കെ? ഇത് ഇവിടെ ഇപ്പൊ എന്റെ വീട്ടില് എന്റെ ഓർമ്മയില് പശു ഉണ്ട്. ഉമ്മ പശുവിനൊക്കെ നോക്കിയിരുന്നു ആദ്യമായിട്ട്. ഉമ്മക്ക് ഭയങ്കര താല്പര്യമാണ് പശു, ആട്, കോഴി, താറാവ്, അങ്ങനെയുള്ള എല്ലാ മൃഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മുൻപ് താല്പര്യത്തോടുകൂടി ഒക്കെ വളർത്താറ്. അപ്പൊ അതുകൊണ്ട് എനിക്കും പശുക്കളൊക്കെ പണ്ടേ ഇഷ്ടമാണ്. അത് ഇറങ്ങിയതാണ്. പിന്നെ ഇപ്പൊ ഉമ്മക്ക് കുറെ പ്രായമൊക്കെ ആയപ്പോ നോക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ട് വന്നു. അപ്പൊ ഇതിനെ ഒഴിവാക്കാന്നുള്ളൊരു രീതിയിൽ വന്നു. നോക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിട്ട് നമുക്കത് ഒഴിവാക്കുമ്പോൾ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടാണ്. ഉമ്മാക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നമുക്കത് എപ്പോഴും ഇവിടെ മുറ്റത്ത് കണ്ടിട്ട് കാണാതിരിക്കുമ്പോ ഒരു ബുദ്ധിമുട്ടല്ല. അപ്പൊ എനിക്ക് ഇതിൽ പറഞ്ഞാലും എനിക്ക് ഒരു കാര്യം, ഇതിൽ വരുമ്പോ ഒരു സന്തോഷവും അല്ലെ, ഇഷ്ടവും എല്ലാം ആണ് അല്ലെ, ഒരു സമാധാനം ഉണ്ട് അല്ലെ, മാനസികമായിട്ട് നമുക്കൊരു ഇഷ്ടമാണ് അത്. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്കത് മാറും അല്ലെ? മാറും. ഓക്കെ. അപ്പൊ എത്ര പശുവിനാണ് തുടങ്ങിയത്? ഫസ്റ്റ് 2 പശുവാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം ഒന്നായിരുന്നു. ഉമ്മുള്ളപ്പോൾ 2 പശു ഉണ്ടായിരുന്നു. പിന്നെ അത് ഒരു ചെറിയ സാധാരണ പശുക്കളായിരുന്നു. ചെറിയ തൊഴുത്തിലിട്ടുന്ന ജേഴ്സി പശു 2 അപ്പൊ ചെറിയ ജേഴ്സി സാധാരണ ഇത്തിരി ചെറുതായിരിക്കും. പിന്നെ ഞാനത് ഏറ്റെടുത്തപ്പോൾ അതിനെ മാറ്റി കണ്ട് ഒരു വലിയ പശുവിനെ മേടിച്ചു. ഹൈബ്രിഡ് പശുവിനെ മേടിച്ചു. അതിന് നമുക്ക് 12ഉം 7ഉം പാലുണ്ടായിരുന്നു. അപ്പൊ അത് അന്ന് ഇപ്പൊ അത്രയും പാല് ഇവിടെ നമുക്ക് ആദ്യമായിട്ടാണ് അത്രയും പാലുള്ളൊരു പശു വന്നത്. അപ്പൊ ആ സമയത്ത് എവിടെ നമ്മൾ വാങ്ങിച്ചിരിക്കും പശുവിനെ? അത് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്തതിന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അറിയാവുന്ന. അപ്പൊ നമുക്ക് ഇതിനെ പറ്റി പശുക്കെ ഉണ്ടെന്നല്ലാണ്ട് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയില്ല. എങ്ങനെയാ നമ്മൾ പഠിച്ചു ശരിക്കും പറഞ്ഞു? നമുക്ക് ഇതിനെ കണ്ട് പരിചയപ്പെടുന്നത് മാത്രം പോരാ, ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോ ഒരു ഇതിലേക്ക് കടന്നു കഴിയുമ്പോൾ അതിനെ പറ്റി എല്ലാം പഠിക്കണമല്ലോ. ഇപ്പൊ നമുക്ക് എല്ലാതും അറിയാനായിട്ട് ഇപ്പൊ യൂട്യൂബിലൊക്കെ കയറി കഴിഞ്ഞാൽ എന്തും പഠിക്കാം, എവിടെയും പോകണ്ട. അങ്ങനെ ഓരോന്ന് നോക്കിയാണ് കൂടുതലും ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തത്. അപ്പൊ ഈ
യൂട്യൂബിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് കാണുന്നുള്ളൂ, നമ്മളത് കാണും, പക്ഷെ അത് പരിചയമാണ്, നമ്മൾ ചെയ്ത് പഠിക്കേണ്ടത്. അതെങ്ങനെയാണ് ശരിക്കും അത് ഒരു സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ്സിലേക്ക് വന്നത് ശരിക്കും പറഞ്ഞു? അത് ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴും നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ഓരോന്നോരോന്ന് പഠിച്ചു. സക്സസ്ഫുൾ ആവാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അപ്പൊ ചെയ്ത്? ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു പശുവിനെ ആദ്യം മേടിച്ചു. അപ്പൊ ഈ പാല് ഇത്രയും വന്നപ്പോൾ ഞാൻ അത് ചെലവഴിക്കാനുള്ള മാർഗങ്ങൾ നോക്കി. മാർക്കറ്റിംഗ് അതാണ് ഇതിന്റെ മെയിൻ ആയിട്ട്. മാർക്കറ്റിംഗിൽ കിടന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഉള്ള പാല് പോരാതെ വന്നു. അങ്ങനെ ഓരോന്ന് മേടിച്ച് ഇപ്പൊ 15 എണ്ണം ഉണ്ട്. 15 എണ്ണം. ഇപ്പൊ എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇപ്പൊ ഒരു വർഷം ഒരു 2 മാസം കഴിഞ്ഞിട്ടുള്ളൂ. 1 ഇയർ കൊണ്ട് 15 പശുക്കളിൽ എത്തിച്ചു. ഒരു എന്താ പറയാ, ഒരു ടാർജറ്റ് ആയിട്ട് തോന്നുന്നല്ലോ. ഇപ്പോഴും ശരിക്കും പാലിന് ആവശ്യക്കാരുണ്ട്. ഇപ്പോഴും പരവശം നമുക്ക് ഇവിടെ അതിൽ കൂടുതൽ നോക്കാനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ 15 നിർത്തിയേക്കണം. അതെ. അപ്പൊ ഇവിടെ ഇക്ക പശു വളർത്തുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ആൾക്കാർ ഇവിടെ വന്ന് പാല് ചോദിച്ചത്, അതോ ഇക്ക പോയി ചോദിച്ചു ഞാനിങ്ങനെ പശുവിനെ വളർത്തുന്നുണ്ട്? അത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 1-2 അങ്ങനെ പറയേണ്ടി വന്നു. ചിലവർക്ക് അറിയില്ല ഇവിടെ ഇങ്ങനെ പാല് ഇത്ര അധികം ഉണ്ടെന്നുള്ളത്. സാധാരണ മുൻപ് വീട്ടുകളിലൊക്കെ കുറച്ച് കൊടുക്കുന്നുണ്ട്, അല്ലാതെ ഇത്രയും പാല് ഇവിടെ ഉള്ളതായിട്ട് പുറത്താർക്ക് അറിയില്ലല്ലോ. പിന്നെ അങ്ങനെ പുറത്ത് തുടങ്ങി പിന്നെ നമുക്ക് ആൾക്കാരൊക്കെ വന്ന് കസ്റ്റമർ ഇപ്പൊ ആരെയും സമീപിക്കേണ്ടി വരുന്നില്ല. ഇപ്പൊ വരുന്ന കസ്റ്റമർക്ക് കൊടുക്കാനായിട്ട് തികയാത്ത അവസ്ഥയുള്ളൂ. ഈ സ്റ്റുഡിയോടൊപ്പം തന്നെ ഈ പശു വളർത്ത് തുടങ്ങി ഇപ്പൊ ഫേസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്തെങ്കിലും ഈ ടൈം മാനേജ്മെന്റ് ചെയ്യണ്ടേ? സമയം ഓൾറെഡി എനിക്ക് വർക്കിംഗ് ലോഡ് കൂടുതലാണ്. ഞാൻ ഇപ്പൊ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്താല് 11 മണി വരെ ആയിരുന്നു ഷോപ്പ് വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് 12 മണിയൊക്കെ കഴിയും ഉറങ്ങാനായിട്ട്. പിന്നെ ഇതിലേക്ക് കിടന്ന് പിന്നെ സമയം ഇതിപ്പോ എന്തായാലും നമ്മൾ നോക്കി ചെയ്തേ പറ്റുള്ളൂല്ലോ. അതെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്തത്? അത് നമുക്കിത് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള താല്പര്യം തന്നെ, അത്രയും താല്പര്യം ഉള്ളതുകൊണ്ടാണ് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റിയത്. ഇതും ഒക്കെ നമുക്ക് കറക്കാനായിട്ട് ഒരാള് വന്നിരുന്നു. അതിപ്പോ ഒരു പശുവിന്ന് തുടങ്ങിയാണല്ലോ. അതങ്ങനെ പോരാതെ ഇങ്ങനെ വന്ന് 10 പശു വരെയപ്പോഴും ആള് തന്നെ ആയിരുന്നു. പക്ഷെ അതിൽ കൂടുതലായപ്പോ പിന്നെ ഇത് സമയം കൈകൊണ്ട് കറക്കുമ്പോൾ അത്രയും ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നടക്കില്ല. ആ സമയത്ത് കറന്നു കഴിഞ്ഞ് പാല് കൊടുക്കാനുള്ള സമയം കിട്ടില്ല. അങ്ങനെയാണ് പിന്നെ 2 ഹെൽപ്പർമാരെ വേറെ വെച്ചു മെഷീനായി. മെഷീൻ്റെ നമുക്ക് ഇത്തരം പശുക്കളെ കറന്നെടുക്കാൻ സാധിക്കില്ല. അപ്പൊ ആദ്യ സമയത്ത് ഈ കറവയ്ക്ക് ഒരുപാട് ടൈം എടുക്കൂലേ? ഇപ്പൊ പാല് അതിന്റെ ഇടയ്ക്ക് കറവ് നടത്തണം, പശുവിനെ ക്ലീൻ ചെയ്യണം, അതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ചെയ്യണം. കൂടുതൽ വരുമായിരുന്നു. അപ്പൊ അതങ്ങനെ സമയം കൂടുതൽ നമുക്ക് അഡ്ജസ്റ്റ് ആവാൻ പറ്റാതെ വന്നപ്പോഴാണ് പിന്നെ പണിക്ക് ആളെ കൂടുതൽ വെച്ചു, മെഷീനൊക്കെ ആക്കി. മെഷീനായപ്പോ നമുക്ക് കുറെ കൂടിയും വേഗം കഴിയും. തൊഴിലവസരങ്ങൾ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് അങ്ങനെ ഒരു ധാരണ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഹിന്ദിക്കാർ ഇപ്പൊ എവിടെ നോക്കിയാലും ഹിന്ദിക്കാരാണ്, എല്ലാ മേഖലയിലും ഹിന്ദിക്കാർ. ഇപ്പൊ നമ്മൾ കൂടെ ഉള്ളതും അവർ തന്നെയാണ്. ഇതും നമുക്ക് ഇവിടെ ഉള്ള ആൾക്കാർ ചെയ്യാവുന്നതുള്ളൂ. പക്ഷെ നമുക്ക് ഈ ഇവര് ചെയ്യുന്ന വർക്കിന് ഇവിടെ നമ്മളിവിടെ ആരും തയ്യാറല്ല. അപ്പൊ പല ജോലിക്കും ആൾക്കാർ അത് ഒന്നില്ല അതെങ്ങനെ ചെയ്യുന്ന അറിയാത്തോണ്ടായിരിക്കാം, അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാണ്ട്, അല്ലെങ്കിൽ ഓരോ ജോലി ചെയ്യുന്ന രീതികൾ ശരിയാവാതായിരിക്കാം. ഇപ്പൊ ഫാം തന്നെ ഇപ്പൊ പലരും ഞാനിത് ചെയ്യാനായിട്ട് നമുക്ക് അറിയുന്ന ഓരോരുത്തര് ഈ അവസ്ഥയിലെത്തി ചോദിച്ചു നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് വെച്ചാല് എന്താണ് ഇപ്പൊ ഫാം നടത്തിയിട്ട് ഉണ്ടാവുന്നുള്ള എന്ത് ധാരണയിലാണ് തുടങ്ങിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് അവരനുഭവമാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ എനിക്ക് അങ്ങനെ അനുഭവം വന്നിട്ടില്ല. ഞാൻ ചെയ്തിട്ട് ഇപ്പൊ സംതൃപ്തിയാണ്. ശരിക്കും സക്സസ് ആയിട്ടാണ് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും പറഞ്ഞു, എന്താ പറയാ, എല്ലാരും പറഞ്ഞു ഇത് സക്സസ്ഫുൾ ആവില്ല, ഈ പശു വളർത്തൽ സക്സസ്ഫുൾ ആവില്ല. പക്ഷെ ഇക്ക് എന്ത് ധൈര്യത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? അത് ഇങ്ങനെ എത്തുന്നൊരു ധാരണയിലല്ലല്ലോ തുടങ്ങിയത്. ഞാൻ 1 തുടങ്ങിയിട്ട് ഇപ്പൊ 15 എത്തിയതാണ്. ഇപ്പോഴും ശരിക്കും എനിക്ക് പോരാത്ത അവസ്ഥയാണ്. പശുവിന് ഇനി വാങ്ങിയാലും ആവശ്യക്കാരുണ്ട്. അത് തന്നെയാണ് ഇതിന്റെ വിജയം. അപ്പൊ ഇവിടെ കറക്കട എത്ര പശുക്കളുണ്ട്? 15 14 എണ്ണം ഇപ്പൊ കറയുള്ളതാണ്. 14 കറവയാണ്. ഒരെണ്ണം മാത്രം ചെനായിട്ട് നിൽക്കുന്നത്. ഓക്കെ. സാധാരണ എല്ലാവരും റൊട്ടേഷൻ ആയിരിക്കും, ഒരു സർക്കിൾ ആയിരിക്കും. ഒരു 5 എണ്ണം കറവ ഉണ്ടെങ്കിൽ ചെനയും കറവയും എല്ലാം കൂടെ കൂടി. അതില് 2-3 ഇപ്പൊ അടുത്തൊക്കെ പ്രസവിച്ചതാണ്. ചെന ഉണ്ടായത് ഇപ്പൊ ഒരെണ്ണം ഇപ്പൊ ചെനയിൽ നിൽക്കണം, ബാക്കി എല്ലാതും കറവയുണ്ട്. അതായത് നമ്മൾ പാലുൽപാദനം ഉദ്ദേശിച്ചുകൊണ്ടാണ് അങ്ങനെ. അതെ. അപ്പൊ നമുക്ക് എത്ര ലിറ്റർ പാലുൽപാദനം ഉണ്ട്? ഇപ്പൊ ഏതാണ്ട് ഒരു 120 ലിറ്റർ ഇപ്പോൾ 100. ഇപ്പൊ ഈ ഇപ്പൊ ചൂടൊക്കെ കൂടിയപ്പോൾ കുറച്ച് കുറഞ്ഞതാണ്. ഇപ്പൊ കാലാവസ്ഥ വ്യതിയാനം ഇതിനെ ബാധിക്കുമല്ലോ. കാലത്തെ കാര്യമാണ് വൈകിട്ട് 70 ലിറ്ററോളം വൈകിട്ടാണ്. അതെങ്ങനെയാണ് വിൽപ്പന? നമുക്ക് ഹോട്ടലാണ് കൂടുതലുള്ളത്. പിന്നെ വീട് ഇപ്പൊ മൊത്തം ഒരു 40-45 വീടിന്റെ താഴെയായിട്ട് ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്? വീട്ടിലിപ്പോ ഒരു 70 രൂപ ലിറ്ററിന് വീട്ടിൽ പോകുമ്പോൾ. ഹോട്ടലിൽ ഇപ്പൊ നമുക്ക് അത്ര ബൾക്കായിട്ട് പോകുന്നോണ്ട് ഇപ്പൊ 60 രൂപക്കാണ് ഹോട്ടലിലൊക്കെ കൊടുക്കുന്നത്. ഈ ഹോട്ടലിലെ സെയിൽ എങ്ങനെ പിടിച്ചപ്പോ? അതിപ്പോ ഈ ഉള്ള സെയിലുള്ള എല്ലാ ഹോട്ടലും നമുക്ക് ഡയറക്റ്റ് അറിയാവുന്ന ആൾക്കാരാണ്.
അപ്പൊ അവര് കുറവൊക്കെ ഇതിലൊരു പകുതി പേരും ഇപ്പൊ ഒരു 16 കൊടുത്താണ് കൊടുത്തോണ്ടിരുന്നായിരുന്നു ഹോട്ടലിൽ. അതില് പകുതി കൂടുതൽ പേരും നേരിട്ട് വന്നും കണ്ടിട്ട് നമ്മൾ സമീപിച്ചിട്ട് പാല് വേണമെന്ന് പറഞ്ഞതാ. ആദ്യത്തെ കുറച്ച് പേരെ മാത്രം ഞാൻ സമീപിക്കേണ്ടി വന്നുള്ളൂ. പിന്നൊക്കെ ആവശ്യക്കാര് അന്വേഷിച്ചു വന്നതാണ്, അതായത് അറിഞ്ഞറിഞ്ഞു വന്നതാണ്. അപ്പൊ വീടുകളിൽ പാല് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ലേറ്റ് ആയാലും അവരൊന്നും പറയില്ല, പക്ഷെ ഹോട്ടലിൽ കൃത്യസമയത്ത്, കാരണം കാലത്ത് നമ്മൾ ചായ കുടിക്കണം എന്നുള്ള നിർബന്ധം നമ്മൾ ചെല്ലുന്നത് കാത്തു നിൽക്കായിരിക്കും പല ഹോട്ടലും. അപ്പൊ ലേറ്റ് ആവാതെ സൂക്ഷിക്കാറുണ്ടോ? അതെ, ലേറ്റ് ആവാതെ. എത്ര മണിക്ക് നമുക്ക് അവിടെ ഒരു 4 മണിക്ക് ഇപ്പൊ ഞാനിപ്പോ എന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്താല് ഒരു 4:45 മുതൽ ഹോട്ടലിൽ തുടങ്ങും. ഒരു 6 മണി 6:15 മുമ്പ് ഹോട്ടലിലത്തെ എല്ലാതും കൊടുത്തു കഴിയും. നമുക്കൊരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ളതാണ് എല്ലാ ഹോട്ടലും. അപ്പൊ ആ സമയത്തിനെല്ലാം കൊടുത്തു കഴിയും. മിനിമം ഒരു 5 മുതൽ 10 ലിറ്റർ വരെയാണ് മാക്സിമം ഓരോ ഹോട്ടലിൽ വരാം ഡേയിൽ വരുന്നത്. പിന്നെ ഈവനിങ് അതേപോലെ രാവിലെ ഉള്ള അത്രയും ഈവനിങ്ങിൽ വരില്ല. ചില സ്ഥലത്ത് മാത്രം ഇപ്പൊ 10 തന്നെ 2 നേരം 10 എടുക്കും. പിന്നെ ചിലവര് രാവിലെ 5 വൈകിട്ട് 3 അങ്ങനെയൊക്കെ ആയിട്ട് തീർന്നു. ഈ ഉച്ചത്തെ പാല് എങ്ങനെയാ? നമ്മൾ ഹോട്ടലിൽ മാത്രമാണ്, അത് വീടുകളിലാണ്? അതെങ്ങനെയാ? ഉച്ചക്ക് വീട്ടിലേക്ക് ആവശ്യം വരില്ല, വീടുകളിലൊക്കെ രാവിലെ തന്നെ. ഇപ്പൊ ആണെങ്കിൽ ഹോട്ടലിൽ കുറച്ച് പ്രശ്നങ്ങൾ, അതായത് ഗ്യാസിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ പാല് വിൽപ്പനയിൽ എന്തെങ്കിലും ശരിക്കും പറഞ്ഞാല് നമ്മ ഈ ക്ഷീരമേഖലയില് ഹോട്ടലിനൊക്കെ സംബന്ധിച്ച് നമുക്ക് കൊടുത്ത് മുൻപോട്ട് പോകുന്നവർക്ക് വലിയ പ്രതിസന്ധിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ യുദ്ധത്തിന്റെ കാരണം കൊണ്ട് ഗ്യാസ് ലഭ്യത വളരെ കുറഞ്ഞല്ലോ. ഇപ്പോൾ ഉള്ളതിൽ ഇപ്പൊ ഞാനിപ്പോ കൊടുക്കുന്നതിൽ ശരിക്കും 16 ഹോട്ടലില് 13 ഇപ്പൊ ക്ലോസ്ഡ് ആണ്. 13 ക്ലോസ്ഡ് ആണ്. പിന്നെ അത് എങ്ങനെയാണ് നമ്മൾ ഈ വിൽപ്പന ശരിയാണ്? ബാക്കി ഇപ്പൊ സൊസൈറ്റിയിലാണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത്. ആദ്യം സൊസൈറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ? അല്ല, ആദ്യം സൊസൈറ്റി കൊടുക്കാനായിട്ട് നമുക്ക് പാല് ഉണ്ടാവില്ല. എന്ന് വെച്ചാല് നമുക്ക് ആവശ്യക്കാര് ഒരുപാടുള്ളതുകൊണ്ട് അതിനുള്ള ബാലൻസ് ഉണ്ടാവില്ല എപ്പോഴും. സപ്ലൈ കഴിഞ്ഞു കഴിഞ്ഞാല് സൊസൈറ്റിയിലേക്ക് കൊടുക്കാൻ ഇപ്പൊ ഞായറാഴ്ച മാത്രമൊക്കെയാണ് സൊസൈറ്റിയിലേക്ക് ചിലപ്പോ പോവുള്ളൂ. ഈ കുറെ ഹോട്ടലൊക്കെ ഞായറാഴ്ച അടവുള്ളൂ. ഇപ്പൊ ഈ പ്രതിസന്ധി വന്നപ്പോൾ കുറെ ഹോട്ടൽ, ഇപ്പൊ ഇത്രയും ഹോട്ടലൊക്കെ അടവാണ്. അപ്പൊ സൊസൈറ്റിയിൽ നമുക്ക് ഇത് 70 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കണം പാല്. ഇപ്പൊ ഇവിടെ സൊസൈറ്റിയിൽ നമുക്ക് എത്ര രൂപ കിട്ടും? സൊസൈറ്റിയിൽ ഇപ്പൊ നമുക്കൊരു 43, പിന്നെ ഒരു സബ്സിഡി ഒക്കെ ഒരു 46, എങ്ങനെ പോയാലും 50 രൂപയുടെ താഴെ നിൽക്കുള്ളൂ. അപ്പൊ നമ്മുടെ എന്താ പറയാ, അവർ കുറഞ്ഞു പോയില്ലേ ശരിക്കും? അത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്? അത് മാനേജ് ചെയ്യാം. അതിപ്പോ ഒരു ബിസിനസ്സിൽ അങ്ങനെയൊക്കെ ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവല്ലോ. എല്ലാം ഇപ്പൊ നമ്മള് വേൾഡ് മൊത്തം ഇത് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ നമ്മൾക്കത് ചെറിയ ബുദ്ധിമുട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അതായത് ഇക്ക പറഞ്ഞത് ഒരു ബിസിനസ്സിൽ സക്സസ്ഫുൾ മാത്രമല്ല ഉള്ളത്, ഏറ്റക്കുറച്ചിലും കാണും. അത് നമ്മൾ ചെയ്യണം അല്ലെ? അപ്പൊ ഇക്കയുടെ 15 പശുക്കളെ നമുക്ക് പരിചയപ്പെടാട്ടോ. അപ്പൊ ഇതാണ് തൊഴുത്ത്. ഇതെന്ന് പറഞ്ഞാൽ L ഷേപ്പിലാണ് തൊഴുത്ത് പണിതിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു ഇത്രയും പശുക്കളുടെ കറവ് കഴിഞ്ഞാലേ? ഇത്രയും കഴിഞ്ഞതാണ്. ഫസ്റ്റത്തെ പശുവാണ് ഇത്. ഫസ്റ്റത്തെ 1ാമത്തെ പശു, ഫസ്റ്റ് കൊണ്ടുവന്ന പശു. അപ്പൊ എത്രാമത്തെ പ്രസവമുള്ള പശു എടുത്തേ? അത് 3ാമത്തെ. അത് 3ാമത്തെ എടുത്തേ. സാധാരണ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ കന്നിക്കറവ സെക്കൻഡ് നമുക്ക് പാലത്ര ഉണ്ടാവില്ല. ശരിക്കും 1, 2, 3ാമത്തൊക്കെ എത്തുമ്പോഴാണ് ശരിക്കും നല്ല പാലുൽപാദനമുള്ള പശു ആയിട്ട് മാറും. ഇവർക്ക് എത്ര പാല് കിട്ടിയപ്പോ? ഇവർക്ക് 12 ലിറ്റർ രാവിലെ, വൈകിട്ട് ഒരു 7 ലിറ്റർ പാലുണ്ടായിരുന്നു. അതെ അല്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെയായിരുന്നു? നമ്മൾ നാട്ടിൽ നിന്ന് എടുത്തായിരിക്കും? അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞ പാലുൽപാദനം കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് എടുത്തത്, അല്ലാതെ കന്നിക്കറവ എന്ന് പറയുമ്പോൾ നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടി നമ്മളൊരു വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രം എടുക്കുമ്പോഴാണ് കന്നിക്കറവൊക്കെ എടുക്കുക. നമ്മൾ പ്രായം കുറവുകളൊക്കെ നോക്കിയിട്ട് എടുക്കാൻ. നമ്മളിപ്പോ പാലിന്റെ ആവശ്യത്തിന് വേണ്ടി എടുക്കുമ്പോൾ കന്നിക്കറവ് എടുത്തു കഴിഞ്ഞാൽ അത്ര സക്സസ് ആവൂല. ഇവിടെ കൊണ്ടുവന്ന് തന്നെ നമുക്കൊരു നല്ലൊരു ഇതായിരുന്നല്ലേ? അതെ, നല്ല ഐശ്വര്യമുള്ള. കാരണം ഇവിടെ തുടങ്ങി പിന്നെ 15 തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. അറിയാവുന്ന ഒരു സുഹൃത്തുണ്ട്, റസാഖ് എന്നുള്ള പേര്. അപ്പൊ എനിക്ക് ഇതിന്റെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നത് ആ സുഹൃത്താണ്. അപ്പൊ വന്നപ്പോ തൈലേരി അങ്ങനെ ടെസ്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെ അതെല്ലാത്തിനും ടെസ്റ്റ് ചെയ്യും. എല്ലാ പശുവിനെ കൊണ്ടുവരുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. ചിലതിനൊക്കെ തൈലേരി ചെറിയതൊക്കെ കാണിക്കാറുണ്ട്. അപ്പൊ സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് നമുക്കത് ഇഞ്ചക്ഷനിൽ സുഖമായിട്ട് മാറിപ്പോകും. ഇവിടെ കൊണ്ടുവന്നപ്പോ ചെറിയ കറക്കാനൊക്കെ വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടായിരുന്നു. അനുസരണ ഉണ്ടായിരുന്നു. അപ്പൊ കൈക്കറവേ അല്ലായിരുന്നു. ഉമ്മ കറക്കണ കണ്ടിട്ട് കറന്ന് പഠിച്ചാണോ? അങ്ങനെ അതെങ്ങനെയാ? അത് ചില നമ്മ ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പോ നിർബന്ധിതനായല്ലോ. പിന്നെ അതെ, അതുകൊണ്ടാണ് എന്താ ചെയ്ത് പറ്റും നമുക്ക് അല്ലെ? അപ്പൊ ഇതാണ് ഒരു സൈഡിലുള്ള പശുക്കൾ. ഇവിടെ ഇപ്പൊ 3 പശുക്കളാണ് നിർത്തിയേക്കുന്നത്. ഇത് L ഷേപ്പിൽ സ്റ്റാർട്ടിംഗ് ആണ്. ഇവിടെ ഇപ്പോൾ ഉള്ളതെല്ലാം ക്രോസ് ബ്രീഡ് പശുക്കളല്ലേ? അധികം ക്രോസ് ബ്രീഡ് ആണ്. പിന്നെ ജേഴ്സി പശുക്കൾ അല്ലേ? ഓ, വലിയ വട്ടയൊക്കെയല്ല. ഇതാണ് പശുക്കൾക്ക് വേണ്ടിയുള്ള ഫുഡ് കൊടുക്കണം അല്ല പാത്രം. ഇത് എവിടുന്ന വേണ്ടത്? പെയിന്റിന്റെ പാത്രമാണോ അത്? ഇത് ആലുവ. അല്ലെ, ആലുവ എടുത്തോ? ഇത് എന്തിനാണ്? ഇതൊരു പൗഡർ വരുന്ന പാത്രമാണ്. ഇത് കഴുകി വൃത്തിയാക്കി. ഇതൊരു ചെലവ് കുറവാ നമുക്ക്.
ഇല്ല വിലയുണ്ട്, നമുക്ക് 500 രൂപയോളം കോസ്റ്റ് വരും. അതെ. പക്ഷെ ലാസ്റ്റ് ചെയ്യും. ഓ, അതുകൊണ്ട് പശു കയറി നിന്നാലും കേടാവില്ല, പൊട്ടൂല. ഇവിടെ ഇപ്പൊ 8 ഉണ്ട് ഈ സൈഡിൽ? 8 ഒക്കെ. എന്തുകൊണ്ടാണ് ഈ ക്രോസ് ബ്രീഡ് സെലക്ട് ചെയ്തത്? അതിന് ഉൽപാദനക്ഷമത കൂടുതലായിരിക്കും, പിന്നെ പ്രതിരോധശേഷിയുടെ ഉദ്ദേശം അതുകൊണ്ടാവും. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഒരു തൊഴുത്തിൽ ഏറ്റവും കൂടുതൽ പാലുൽപാദനമുള്ള പശു ഏതാ ശരിക്കും പറഞ്ഞ? ഏവറേജ് എല്ലാതും ഓരോ ഉൽപാദനം ഉണ്ട്. ചില ഇപ്പൊ കുറച്ച് നമുക്കിപ്പോ 1 വർഷത്തിൽ താഴേക്ക് ഇപ്പൊ 6 മാസം 7 മാസമൊക്കെ ഇത് സ്വതവ പാല് കുറയും. ബാക്കിയൊക്കെ ഇപ്പൊ ഒരു 10, 8, അതായത് ആവറേജ് ഒരു 10 ലിറ്റർ അല്ലേ? അപ്പൊ കുട്ടികൾ ഇവിടെ വളരെ കുറവാണ്. 1, 2 രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ കുട്ടികള്. പശുക്കളായാലും കൂടുതൽ കുട്ടികൾ ഉണ്ടായിരുന്നു ഇവിടെ. അതെയാ? ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒടുവില് ജോലിക്കാര് കറക്റ്റ് എല്ലാത്തിനും നോക്കാതെ ശരിക്കും വൃത്തിയാക്കാതൊക്കെ ആയപ്പോള് കുറെ എണ്ണത്തിനെ കൊടുത്തതാണ്. നമുക്ക് അവരുടെ ഇഷ്ടം കൊണ്ട് നിർത്തിയതാണ്. പക്ഷെ ഇഷ്ടം കൊണ്ട് നിൽക്കുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടില്ലാതെ നിൽക്കണ്ടേ. അത് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ കുട്ടികളെ കുറെ കൊടുക്കേണ്ടി വന്നു. പണിക്കാർക്കും കൂടി ബുദ്ധിമുട്ടാണ്. പണിക്കാർക്ക് വെച്ചാൽ അവർക്ക് ഇത് കഴിഞ്ഞിട്ട് അതിനുള്ള സമയം കിട്ടാതായിരിക്കാം. എനിക്ക് പിന്നെ ഫുൾ ടൈം നോക്കാനുള്ള സമയക്കുറവിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. പിന്നെ നമുക്ക് ഒരു പരിധി വിട്ട് ഇങ്ങോട്ട് ഡേ ടൈമിൽ വന്ന് നോക്കാനൊന്നും പറ്റില്ല. എനിക്ക് പറഞ്ഞത് ശരിയാ, കറക്റ്റ് ആണ്. കാരണം അവരെയും കൂടെ മുഷിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി മുന്നോട്ട് പോകില്ല. ഇതിൽ ആദ്യം പണിത് തൊഴുത്തേതാ? ഇത് ഫസ്റ്റ് ഉള്ള തൊഴുത്ത് ഇതാണ്, ഈ കാണുന്ന ചെറിയ. അപ്പൊ വെച്ചാല് പിന്നെ ഞാൻ വന്ന ഈ പശു പിന്നെ ആദ്യം നമുക്കൊക്കെ ചെറിയ പശുക്കളാണല്ലോ. ജേഴ്സി പശു എന്ന് പറഞ്ഞാൽ ചെറിയ പശുവിന് അതിനുള്ളതായിരുന്നു ആ സെറ്റപ്പിലുള്ള ആ തൊഴുത്തൊക്കെ. പിന്നെ ഉമ്മുള്ളപ്പോ ഉള്ളത്. പിന്നെ ഇപ്പൊ ഈ പശുക്കളൊക്കെ വലിയ പശുക്കളാണ് വന്നത്. അപ്പൊ ആ തൊഴുത്തിൽ അവർക്ക് നിക്കാൻ തന്നെ പറ്റില്ല. അത് അങ്ങനെയാണ് ഇപ്പുറത്തെ സൈഡ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് പണിതത്. പിന്നെ അത് കഴിഞ്ഞ് പശുക്കളെണ്ണം കൂട്ടിയപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക്. അതായത് ചെറിയ രീതിയിൽ ഈ ഒരു പശു വളർത്തൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു പശുവിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പൊ പശുക്കളുടെ എണ്ണം കൂടി ഇപ്പം ഈ ഒരു തൊഴുത്ത് പണിതാണ്. അപ്പൊ ഇവിടെ സിറ്റിയുടെ അടുത്താണ് പശു വളർത്തുന്നത്. പുല്ല് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്താ പറയാ, ഈ വണ്ടിയുടെ ഒച്ച കാണും, പൊടിയൊക്കെ കാണും. പക്ഷെ ഇതൊക്കെ എങ്ങനെയാണ് ഫേസ് ചെയ്തത്? ഒരു പശു വളർത്തല് മെയിൻ ആയിട്ടുള്ളതാണ് പുല്ല് തീറ്റ. പക്ഷെ അതിന് നമുക്ക് സിറ്റിയുടെ അടുത്തായതുകൊണ്ട് നമുക്ക് അതിവിടെ പ്രായോഗികമല്ല. അപ്പൊ അതിന് ഇവിടെ ഇപ്പൊ ഞാനത് ചെയ്യുന്നത് സൈലേജ് കൊടുത്തിട്ടാണ് പശുവിനത് മെയിൻറ്റെയിൻ ചെയ്ത് പോണത്. അപ്പൊ സൈലേജ് ശരിക്കും പറഞ്ഞാൽ പുല്ല് കൊടുക്കുന്നതിലും ഇവർക്കെല്ലാം കൊണ്ടും നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. അടുത്ത പശുക്കളെ കണ്ടാലും അറിയാം. ഇപ്പൊ 1 വർഷം കഴിഞ്ഞിട്ടും എല്ലാ പശുക്കളും നല്ല ആരോഗ്യത്തിൽ, ആർക്കും ക്ഷീണമൊന്നുമില്ല. പാലുൽപാദനം ഉണ്ട്. മെയിനായിട്ട് അവരെ ആരോഗ്യത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല. സ്റ്റാർട്ടിങ് മുതൽ സൈലേജ് ആയിരുന്നു. സൈലേജ് ആയിരുന്നു. പിന്നെ ഒച്ച ഉണ്ടല്ലോ, ഈ വണ്ടിയുടെ ഒച്ചയൊക്കെ, അതിപ്പോ അതെങ്ങനെയാണ് കൺട്രോൾ? അത് ഇവർക്ക് ആദ്യം ഒന്ന് ശീലായി. അതെയോ? പശുക്കളൊക്കെ അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ചാണകമൊക്കെ പോകുമ്പോ സിറ്റിയുടെ അടുത്തല്ല മണമൊക്കെ കാണൂല്ലേ? അതെങ്ങനെയാണ്? സ്മെല്ല് ശരിക്കും പറഞ്ഞാല് സൈലേജ് കൊടുത്തു കഴിഞ്ഞാല് ചാണകത്തിന് സ്മെല്ല് കുറവായിരിക്കും. അതെയോ? ഓക്കെ. പിന്നെ വരുന്നത് നമുക്ക് മെയിൻ ഒരു ബുദ്ധിമുട്ടുള്ളത് ചാണകം ഡിസ്പോസ് ചെയ്യുന്ന ഒരു കാണിക്കാവോ? അപ്പൊ ഇതാട്ടോ, ഇത് ചാണകം സൂക്ഷിക്കുന്ന സ്ഥലമാണ്. അതിന് വേണ്ട മെഷീൻ ഉണ്ട് അല്ലേ? അതെ, സ്റ്റാർട്ട് ചെയ്യാനാവുന്നുള്ളൂ. ഇപ്പൊ ചാണകത്തിന്റെ ഡിസ്പോസിംഗ് ഇപ്പൊ നമുക്ക് സിറ്റിയുടെ അടുത്തായോണ്ട് ഇത്രയും പശുക്കളാകുമ്പോൾ ഒരുപാട് ചാണകം ഉണ്ടാവും. അപ്പൊ അത് പരിധിയിൽ കൂടുതൽ നമുക്ക് ഇവിടെ സൂക്ഷിക്കാനൊക്കെ പ്രായോഗികമല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഡങ്ക് പൗഡറിങ് മെഷീൻ എന്ന് പറയുക, ചാണകം ഉണക്കിയിട്ട് പൊടിച്ചിങ്ങോട്ട് വരും. അപ്പൊ അതിപ്പോ മെഷീനറി ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് KCBയുടെ സപ്ലൈ റെഡി ആവാനായിട്ട് ചെറിയൊരു താമസം കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഇത് ഒക്കെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളും. അപ്പൊ ഇത് വരുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്തോണ്ടിരുന്നത്? ഇത് ഉണക്കി വിൽക്കുവായിരുന്നു, എന്താ ചെയ്തത്? കുറെ ഒക്കെ ഞാൻ ഉണക്കിയിട്ട് വിറ്റ് പോകും. പക്ഷെ എന്നാലും ഇപ്പൊ ടാങ്ക് ഒക്കെ ഇപ്പൊ അത് വലിയ ടാങ്ക് ഇപ്പൊ വേറെ ചെയ്യേണ്ടി വന്നു. സൂക്ഷിക്കാനായിട്ട് പച്ചക്ക് നമ്മളിവിടെ കൊണ്ടുപോകില്ല അല്ലെ? അത് എല്ലാ സീസണിലും പോകില്ല. ഈ തെങ്ങിനൊക്കെ വളരുന്ന ഒരു സമയത്ത് മാത്രം അത് പോകുള്ളൂ. ബാക്കി സമയത്ത് അതിന് ആവശ്യക്കാരില്ല. ഇത്തരത്തില് ഉണക്കി കൊടുത്താൽ വാങ്ങാൻ ആളുണ്ടോ? നിലവിലിവിടെയുള്ള ചാണകത്തിന് ഫുള്ള് ആളുണ്ട്, ഓർഡർ ഉണ്ട്. അതെയോ? ശരിക്കും പറഞ്ഞ ഇവിടെ നേഴ്സറി കൂടുതലായിരിക്കും, കൃഷിക്കാരും കൂടുതലായിരിക്കും. പിന്നെ ഇപ്പൊ കുറച്ച് അടുത്ത ഏരിയയിലൊന്നും ഉണക്കി കൊടുക്കുന്നത് ഇല്ല. അപ്പൊ അതൊരു പ്ലസ് പോയിന്റ് ആണ്. അപ്പൊ ചാണകം വിറ്റ് നമുക്ക് പൈസ ഉണ്ടാക്കാം. ശരിക്കും ഇത്തിരി നല്ല പ്രോഫിറ്റബിൾ ആണ് ചാണകം ഉണക്കി കൊടുക്കുന്നത്. ശരിക്കും പാലുൽപാദനയിലും പ്രോഫിറ്റ് ആണ് ചാണകം ഉണക്കി കൊടുക്കുന്നത്. ആണോ? അതെങ്ങനെയാ? ചാണകത്തിന് നമുക്ക് വേറെ പ്രത്യേകിച്ച് ചെലവൊന്നും ചെയ്യേണ്ടി വരുന്നില്ല. അതെ, ഇതിന്റെ ബാലൻസ് എപ്പോഴും. പിന്നെ ഇവിടെ തീറ്റ ശരിക്കും പറഞ്ഞാൽ കൂടുതലാണ്. ചാണകത്തിന് ഒരു ക്ഷാമമില്ല, ഇഷ്ടം പോലെ ഉണ്ട്. വേസ്റ്റ് നമുക്ക് പണം ഉണ്ടാക്കാം. അപ്പൊ ഒരു പശുവിന് എത്ര രൂപയ്ക്ക് വാങ്ങുന്നേ? ഒരു ഏവറേജ് പല പശുവിന്റെ സൈസും ക്വാളിറ്റിയും ബ്രീഡൊക്കെ അനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും. ഇപ്പൊ ഞാൻ മേടിച്ചതിൽ ഇപ്പൊ ഏതാണ്ട് ഒരു 65 മുതൽ 120 മാക്സിമം വന്നിട്ടുള്ളത്. 120 കുറച്ചില്ല 1-2 ഒക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ ഒന്നിന് താഴെ വരുന്നതാണ്. 80, 85
പിന്നെ 75. അതിന് ഏവറേജ് വരാവുന്ന റേറ്റ്. ഏവറേജ് ഇപ്പൊ നമുക്ക് ഒരു 10-15 ഒരു 15 ലിറ്റർ ഒരു ദിവസം ഉണ്ടാവും. അതിന് കുറഞ്ഞാലും ഒരു 12-നുള്ളിലൊക്കെ നിൽക്കും ഒരു ദിവസം 2 നേരം കൂടി. അപ്പൊ ഒരു പശുവിന് ഒരു ദിവസം എത്ര ചെലവ് വരുന്നു? ഒരു 350-400 രൂപ എനിക്കിപ്പോ ഇവിടെ ചെലവ് വരുന്നുണ്ട് ഒരു ദിവസം തീറ്റയുടെ ചെലവായി. അപ്പൊ ഇക്ക ഇവിടെ പറഞ്ഞു ഒരു ദിവസം 400 രൂപ പെർ ഡേ ഒരു പശുവിന് തീറ്റ ചെലവ് വരുന്നു പറഞ്ഞു. ആ തീറ്റ നമുക്ക് കാണാം. ഇപ്പൊ കേസിന്റെ സുപ്രീം അതാണ് പെല്ലറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് പുഷ്ടിമ എന്നുള്ളത് നമുക്ക് ഇപ്പൊ പാലുൽപാദനം ഇല്ലാത്തത് ഒന്ന് കുട്ടികൾക്ക് കൊടുക്കും, പിന്നെ ചെനപ്പശുവിനും ഈ പുഷ്ടിമ തന്നെയാണ് കൊടുക്കും. എത്രത്തോളം കിലോ നമ്മൾ കൊടുക്കും? അത് പാലുൽപാദനം അനുസരിച്ച് തന്നെ പെല്ലറ്റ് കൊടുക്കാം. ശരിക്കും ഇപ്പൊ പശുവിന് പെല്ലറ്റ് കൊടുക്കുന്നത് ഒരു അവരുടെ ബോഡി മെയിൻ്റെനൻസിന് വേണ്ടി 4 കിലോ എന്തായാലും വേണ്ടി വരും. പിന്നെ ഒരു ലിറ്ററിന് 400 ഗ്രാമാണ് അനുപാതം പറയുന്നത്. അപ്പൊ പാലിന്റെ ഏവറേജ് ഏറ്റക്കുറച്ചിലനുസരിച്ച് ഈ പെല്ലറ്റിൽ നമ്മൾ അതിനനുസരിച്ച് കൊടുക്കും. കേസിന്റെ തീറ്റ മാത്രമാണോ കൊടുക്കുന്നത്, അതോ കൊടുത്തവിടെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? വേറെ ഒരു മിക്സ് ഉണ്ട്. ഇതാണ് മിക്സ് വരുന്നത്. ഇതില് 8 ധാന്യങ്ങള് പൊടിച്ച് മിക്സ് ചെയ്ത് വരുന്നതാണ്. ചോളമുണ്ട്, പരുത്തിക്കുരുണ്ട്, കപ്പയുണ്ട്, അങ്ങനെ 8 ധാന്യങ്ങൾ കൂടിയിട്ട്. ഇത് നമുക്ക് ചെലവ് കുറവാണ്. നമുക്കൊരു 10 രൂപ എവറേജ് കിലോന് വില വരുള്ളൂ. മിക്സ് ചെയ്ത് കൊടുക്കും. ഇത് പാലുൽപാദനമുള്ള പശുക്കൾക്ക് മാത്രം കൊടുക്കും. ഇതിപ്പോ നമുക്ക് എല്ലാത്തിനും കൊടുക്കാം, പാലുൽപാദനമുള്ളതും എല്ലാത്തിനും കൊടുക്കാം. ഇത് തൃശ്ശൂരിലെ മിൽക്കി സൈലേജിന്റെ തീറ്റയാട്ടെ. ഇത് ഞങ്ങൾ ഒരു തവണ വീഡിയോ ചെയ്യണം. നല്ല തീറ്റ അല്ലേ? നല്ല തീറ്റ. അവരെ കുറച്ച് പ്രോഡക്റ്റുകൾ ഉണ്ട്. അതിപ്പോ 2 ഐറ്റം എന്റെ അടുത്ത് ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നു. ഈ 2 ഐറ്റം എന്ന് പറയുമ്പോൾ എന്താ കൊടുക്കുന്നത്? ഇത് CD, ഇത് ബൂസ്റ്റർ തീറ്റയാണ് മിൽക്കി സൈലേജിന്റെ. ഇതിന്റെ കൂടുതലിട്ട് കൊടുക്കുന്നതാണ്. ഇത് മിക്സ് ചെയ്യും. പിന്നെ വേറൊരു തവിട് CDGS എന്ന് പറഞ്ഞ ഒരു പൊടി ഉണ്ട്. അതും നല്ല ഐറ്റാണ്. ശരിക്കും അവരുടെ പ്രോഡക്റ്റുകളൊക്കെ നല്ലതാണ്. എല്ലാം കൂടി മിക്സ് ചെയ്ത് ഈ പെല്ലറ്റ് അല്ലാത്ത എല്ലാതും ഇപ്പൊ ഈ മുണ്ടൂരിന്ന് എടുക്കുന്ന ഒരു ടീമിന്റെ ആണ്. അതിപ്പോ ലോഡായിട്ട് എടുക്കും, എല്ലാം കൂടി മിക്സ് ചെയ്ത് കണ്ടു കൊടുക്കും. ഇത് ഫാം സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ ഇത് തീറ്റ മാത്രമേ ഉള്ളൂ അതോ സൈലേജ് ഉണ്ട്? സൈലേജ് ഇത് കൂടാതെ കൊടുക്കും. പിന്നെ വൈക്കോലും ഉണ്ട്. സൈലേജ് നമ്മൾ ഇവരുടെയാണോ, മിൽക്കി സൈലേജിന്റെ ആണോ അതോ ഇവരെ തന്നെയാണ്? അത് എത്ര രൂപയ്ക്ക് നമുക്ക്? അതിപ്പോ നമുക്കിപ്പോ ഇപ്പൊ കുറച്ച് റേറ്റ് കൂടി. ഇപ്പൊ ഒരു 500 രൂപ നമുക്കൊരു ചാക്കിന് വരും. 50 കിലോത്തിന് 500 രൂപ റേറ്റ് വരുന്നുണ്ട്. അപ്പൊ പുല്ലില്ലാത്തോണ്ട് നിങ്ങൾക്ക് എത്ര കിലോ വെച്ച് കൊടുക്കുന്നേ? അത് ഒരു 5 കിലോ ഒരു നേരം കൊടുക്കും. 10 കിലോ വെച്ച് ഡെയിലി കൊടുക്കും. അപ്പൊ ഇക്ക പാല് വിൽക്കുന്നത് ഹോട്ടലിൽ മാത്രമല്ലല്ലോ, വീടുകളിലും ഉണ്ടല്ലോ. അപ്പൊ കുപ്പിയിലാണോ അത് കവറിലാണോ കൊടുക്കുന്നത്? കുപ്പിയിലാണോ? അപ്പൊ ഇതിനടിക്കാൻ സമയം കിട്ടുന്നത് എങ്ങനെയാ? കാലത്തും കൊടുക്കുന്നുണ്ട്, വൈകിട്ട് നമുക്ക് വീട്ടുകളിലേക്ക് വേണ്ടി വരും. രാവിലെയാണ് വീട്ടുകളിൽ കൊടുക്കുന്നത്. അതിനെനിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് എന്റെ ഉമ്മയാണ്. ഉമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? 85 കഴിഞ്ഞു. സഹായിക്കുന്നുണ്ടല്ലേ. ഓക്കെ. അപ്പൊ നമ്മൾ എത്ര കുപ്പി ഉണ്ട് അപ്പൊ കഴിയാനായിട്ട്? 50-ന് അടുത്തായിട്ട് വരും. അത് കഴി തരൂലേ? ഓക്കെ. നമ്മൾ തന്നെ കഴിയാലാണ് ശരിയാവുള്ളൂ, അതുകൊണ്ടായിരിക്കൂലേ. അപ്പൊ ആദ്യം ഒരു പശു വാങ്ങിച്ചു, പിന്നീട് കുറച്ച് പശുക്കളെ കൊണ്ട് വാങ്ങിച്ചു. ഇത് ലോണാണ്? അത് എങ്ങനെയാണ്? ഇല്ല, ലോണൊന്നുമില്ല. ഞാൻ ഫസ്റ്റത്തെ ശരിക്കും ഒരു 5 പശു വരെ മാത്രം ഞാൻ കയ്യിൽ നിന്ന് മുതൽ മുടക്കിയിട്ടുള്ളൂ. പിന്നെ ഇത് സംബന്ധം എല്ലാ പൈസയും ഇതിന്റെ വരുമാനം തന്നെ. വെച്ചാൽ ഈ പശുവിന്റെ ബന്ധപ്പെട്ട് ഒരു പൈസ വേറെ ഒന്നിനും ചെലവഴിക്കാറില്ല. പലരും നടത്തുമ്പോഴത്തെ ഒരു ബുദ്ധിമുട്ടുകൾ ഇതാണ്. നമ്മ പൈസ എടുത്ത് വേറെ കാര്യങ്ങൾക്ക് ചെലവഴിച്ച് വെച്ചാൽ അവർക്ക് വേറെ ചെയ്യാൻ നിർബന്ധിതനാവുന്നതായിരിക്കും. അപ്പൊ ഇതിന് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് പൈസ ഇല്ലാതെ വരും. അങ്ങനെയാണ് കുറെ ഒക്കെ ഫ്ലോപ്പ് ആവുന്നത്. ഇതിന്റെ ഒരു പൈസ വേറെ ഒന്നിനും ചെലവഴിക്കാറില്ല, ഈ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കാറ്. അപ്പൊ അതൊരു വർഷം നമ്മൾ ഇങ്ങനെ ചെയ്യണം. നമ്മൾ ഇതിന് ഈ പശുവിന്റെ പാല് വിറ്റിയ പൈസ നമ്മൾ സേവ് ചെയ്തിട്ട് അടുത്ത പശുക്കളെ വാങ്ങുക അല്ലെ? അങ്ങനെയാണ് ചെയ്യണം. നമ്മളിന്നും കുറച്ചും കൂടി സക്സസ്ഫുൾ ആവും. പിന്നെ നമുക്ക് ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരു സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതെ. പിന്നെ ഇതിന്റെ ഈ മെഷീനറിയും കാര്യങ്ങളൊക്കെ എല്ലാതും തന്നെ മൊത്തം ശരിക്കും പറഞ്ഞ ഒരു ഡൗട്ടാണ്. കാരണം ഈ പാല് വിറ്റ് എത്രയും കാശ് കിട്ടോ, ഇത്രയും സാധനങ്ങൾ വാങ്ങാൻ പറ്റുമെന്ന് മിക്കവർക്കും തന്നെ സംശയമാണ്. അതെങ്ങനെയാണ് അത് കാര്യങ്ങൾ ചെയ്തത്? ഇതിന്റെ വരുമാനം വേറെ ഒന്നിനും ഉപയോഗിക്കാറില്ല. ഈ പൈസ മൊത്തം സേവ് ചെയ്ത് വെക്കാറുണ്ട്. ആ പൈസ കൊണ്ടാണ് ബാക്കി പശുക്കളി മേടിച്ചതും എക്യുപ്മെന്റ്സ് മേടിച്ചതും ഒക്കെ ആ പൈസ കൊണ്ട്. അഭിപ്രായത്തില് ലോൺ എടുക്കാതിരിക്കാൻ നല്ലതാണോ? ലോൺ എടുത്താലും നമ്മ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന പോലെയാവും. ലോൺ വെച്ചാല് വേറെ മാർഗില്ലെങ്കിൽ പിന്നെ ലോൺ എടുക്കേണ്ടി വരും. എല്ലാവരും നമുക്ക് അതേമാതിരി ലോൺ എടുക്കാതെ ചെയ്യാൻ ചിലപ്പോൾ പറ്റാത്തതുണ്ടാവും. അപ്പൊ ലോൺ എടുത്താല് അത് കറക്റ്റ് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് ഒടുവിൽ ഫ്ലോപ്പ് ആവും.
അപ്പൊ നമ്മള് നിങ്ങളുടെ പാല് വിറ്റ പൈസ നമ്മള് ലോൺ ഉണ്ടെങ്കിൽ ലോൺ അടയ്ക്കുക, പിന്നെ സേവ് ചെയ്യുക, പിന്നെ അടുത്ത പശുവിനും ആ സേവ് ചെയ്ത പശു ലോൺ കറക്റ്റ് അടച്ചുകൊണ്ടുപോകാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർ മാത്രമേ ലോൺ എടുത്ത് ചെയ്യാൻ പാടുള്ളൂ. ഇതൊന്നല്ല എന്ത് കാര്യം. അപ്പൊ സൊസൈറ്റിയിൽ പാലിറക്കുന്നുണ്ടല്ലോ, അപ്പൊ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയുണ്ട്? നല്ല സപ്പോർട്ടാണ്. വെച്ചാല് അവരെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഒരു ഡയറി ഫാം മുൻപോട്ട് കൊണ്ടുപോകല് പ്രായോഗികമല്ല. പിന്നെ മെയിൻ ആയിട്ടുള്ളത് നമുക്ക് ഇവർക്ക് എപ്പോഴും ചെറിയ അസുഖങ്ങളൊക്കെ എപ്പോഴും വരും. മാറി മാറിയൊക്കെ ചെറുതായിട്ടൊക്കെ വരാം. നമ്മൾക്ക് ഇപ്പൊ പഞ്ചായത്തിന്റെ വെറ്ററിനറി ഡോക്ടറെ സപ്പോർട്ടാണ് മെയിൻ ആയിട്ട് വേണ്ടത്, ഒന്നാമത്തെ കാര്യം. അപ്പം ഇപ്പൊ നമുക്ക് ഇവിടെ കൈപ്പൊങ്കലത്തുള്ള വെറ്ററിനറി രാകേഷ് ഡോക്ടറാണ്. ആള് നല്ല സപ്പോർട്ടാണ്. വെച്ചാൽ നമുക്ക് ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഡോക്ടറിലൊക്കെ നല്ല സപ്പോർട്ടാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ആളോട് സമീപിച്ചു കഴിഞ്ഞാൽ ആൾ അടുത്ത ദിവസമൊക്കെ നമ്മളെ വിളിച്ച് അന്വേഷിക്കും, അതിന്റെ അസുഖം കുറഞ്ഞോ ഇല്ലേ. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഏരിയയിലുള്ള ക്ഷീരകർഷകർക്ക് നല്ലൊരു ആശ്വാസമാണ്. ആള് നല്ല സപ്പോർട്ടാണ്. ഏത് സമയത്തും എനി ടൈം വിളിച്ചാല് ആള് കിട്ടും. ഇപ്പൊ അവിടുത്തെ സമയം കഴിഞ്ഞാലും ആള് വന്നിട്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു തരും. സാധാരണ ഒരു മൃഗ ഡോക്ടർ ഒന്നും അങ്ങനെ ചെയ്തു തരാറില്ല. അവര് ടൈം കഴിഞ്ഞാല് അവര് നമ്മൾ ചെന്നാൽ തന്നെ അപ്പൊ സ്ഥലം വിടും. ആള് പുറത്താണെങ്കിലും ശരിക്കും അത് കഴിഞ്ഞ് തിരിച്ച് വന്നെങ്ങാണ്ട് നമുക്ക് വേണ്ട സൗകര്യമൊക്കെ ചെയ്തു തരും. അത് നമുക്ക് ശരിക്കും പറഞ്ഞാല് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് ആള് തന്നെയാണ്. പിന്നെ ഇപ്പൊ ഇവിടുത്തെ ബ്ലോക്കിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ്. ഒരു മഞ്ജുഷമ്മയുടെ നല്ല സപ്പോർട്ടാണ്. ഇപ്പൊ ഈ ക്ഷീരവകുപ്പിന്റെ കീഴിൽ നിന്നും ബാക്കി ബ്ലോക്കിൽ നിന്നും പഞ്ചായത്ത് അങ്ങനെയുള്ളൊക്കെ നല്ല സപ്പോർട്ടാണ്. അപ്പൊ നമുക്ക് ഏരിയയിലൊക്കെ എല്ലാവർക്കും കിട്ടുന്നത്. എല്ലാരും കൂടെ സപ്പോർട്ട് ആകുമ്പോൾ നമുക്കൊരു സന്തോഷം, അതായത് വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പൊ നമുക്കിപ്പോ ഈ ഹോട്ടല് ഒക്കെ ശരിക്കും അങ്ങനെ വരുമ്പോഴും നമുക്ക് ശരിക്കും ഇവരെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ അത് മുൻപാലിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂട്ടി പോകും. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ഈ ഫാമിലെ ഏറ്റവും വലിയ പശുവാണ്. ഓക്കെ, അപ്പൊ ദാ ഈ നിൽക്കുന്ന ആളാണ്. ഓക്കെ, ഗിറിന് ക്രോസ് ആണെന്ന് തോന്നുന്നല്ലേ? അതെ, ക്രോസ് ആണ്. ഇതിപ്പോ എത്ര നാളെ ഇവിടെ കൊണ്ടുവന്നിട്ട്? ഒരു വർഷമായി. ഓക്കെ, ഇതിപ്പോ എത്രാമത്തെ പ്രസവം? ഇത് കന്യാണ്. ഓക്കെ, അപ്പൊ കുട്ടിയാ? അതിന്റെ കുട്ടിയാണ് അവിടെ പുറത്ത് നിൽക്കുന്നില്ല, ബ്ലാക്ക് തന്നെ, അമ്മൂരിക്കുട്ടി. അതിന്റെ കുട്ടി അതിനത് കൊടുക്കാതെ നിർത്തിയേക്കുന്നത്. ഇവളേതാണ്ട് സൈസ് തന്നെയാണ്. ആള് സൈലന്റ് ആണ്, കുഴപ്പമില്ല. ഹെവി ആണെന്ന് മാത്രമേ ഉള്ളൂ. കാണുന്ന ഗംഭീരം ആള് സ്വഭാവത്തിലില്ല. ശരിയാണ്, ഞാൻ പറയാൻ കാരണം ഈ കുട്ടിയാണ് കറക്കാൻ വേണ്ടി ഒരു കുഴപ്പമില്ല കേട്ടോ. അത് പെട്ടെന്ന് ചുരത്തി എത്ര ലിറ്റർ പാൽ ഉൽപാദനമുണ്ട് ഇതിന്? ഇപ്പൊ ഒരു വർഷമായല്ലോ. ഇപ്പൊ നമുക്കൊരു 7ഉം ഒരു 4ഉം ഇപ്പൊ കിട്ടും. നമുക്ക് വരും. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു 12ഉം 6, 7 ആയിട്ട് നിന്നിരുന്നു. പിന്നെ ഇപ്പൊ ഒരു വർഷം ഏകദേശം നമുക്ക് കറവൊക്കെ അത്ര ഉണ്ടാവുള്ളൂ. അത് കിട്ടും. എന്നാലും കുഴപ്പമില്ലാതെ പോകുന്നു. നല്ല പാലാണല്ലേ, നല്ല കൊഴുപ്പുണ്ട്, കട്ടിയുള്ള പാലാണ്. സൊസൈറ്റി കൊടുത്താലും നല്ല എല്ലാം കൂടി. അപ്പൊ ഇതിന് എവിടുന്ന് വാങ്ങിച്ചേ? അത് ഈ ഇപ്പൊ പശുക്കൾ മെഡിക്കലിലേക്ക് ഏറ്റവും ഇതില് ഹെൽപ്പ് ആയിട്ട് ഒരു റഫീഖ് എന്ന് പേരായിട്ട് സുഹൃത്തുണ്ട്. ആൾക്ക് ഇതിന്റെ ബിസിനസ്സാണ് പശുവിന്റെ. അപ്പൊ അവന്റെ അടുത്ത് വിശ്വസിച്ച് അധികം മേടിക്കാറ്. അവന്റെ ഇപ്പൊ എനിക്ക് റേറ്റ് വന്നത് ഏതാണ്ട് ഒരു 1.20 അപ്പൊ റേറ്റ് വന്നിരുന്നു. അത് മേടിച്ച അന്ന് തന്നെ എനിക്കൊരു 20 രൂപ റേറ്റ് കൂട്ടിയിട്ട് ചോദിക്കാൻ ആള് വന്നിരുന്നു. ആളെ കണ്ടാൽ തന്നെ നല്ല പശുവാണ്. പക്ഷെ ഞാൻ പിന്നെ ഇതിനെ കണ്ടിട്ടുള്ള ഇഷ്ടം കൊണ്ട് കൊടുത്തില്ല, കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വ്യത്യസ്തനായ ക്ഷീരകർഷകന്റെ പശു വളർത്തലാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു കാർഷിക വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.